بسم الله الرحمن الرحيم. വിശ്വാസ ആചാര രംഗങ്ങളിൽ കടന്നുവരുന്ന പൊള്ളയായ പുതുപുത്തൻ വാദഗതികളെ പൂർണ്ണമായും തകർത്തെറിയുന്ന അന്ധവിശ്വാസവും അനാചാരവും സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കുന്ന പ്രവാചകന്മാരുടെ പ്രബോധനം വക്രതയും വളച്ചുകെട്ടുമില്ലാതെ ജനസമക്ഷം വ്യക്തമാക്കി കാണിക്കുന്ന തൗഹീദി പ്രബോധനത്തിലെ ധീരമായ ഒരു കൽവെപ്പ്. അൽ ബയാൻ മൾട്ടിമീഡിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅവ സംരംഭം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. تعصي النبي وأنت تظهر حبه هذا لعمري في القياس بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. കാലാവസ്ഥ എങ്ങനെയാണ് ഖൈർ എന്നത് തീരുമാനിക്കേണ്ടത് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
എന്താണ് ഖൈറെങ്കിൽ അത് അള്ളാഹു വിധിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളും അത് അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് വിനിയോഗിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്, ബാധ്യതയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ദേശ്യവും നമ്മുടെ ലക്ഷ്യവും. അതാണ് അർഹമുർ റഹീമീനായ റബ്ബു സുബ്ഹാനഹു നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയും ആ മാർഗത്തിൽ തന്നെ ജീവിച്ച് ആ മാർഗത്തിലൂടെ തന്നെ ഈ ലോകത്തോട് വിട ചൊല്ലുന്ന മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തൊട്ടാകെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും വിശദീകരണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒരു ഭാഗത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശത്രുതയും വിരോധവും വെച്ചു പുലർത്തുന്ന കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരനായിരുന്നു എന്നും അതുപോലെ തന്നെ കരുണയില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്നുമൊക്കെ പ്രചരിപ്പിക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ മുമ്പാകെ ആ മഹത്തായ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുവാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചില കാർട്ടൂണുകൾ വരച്ചുകൊണ്ട് അപഹസിച്ചു നോക്കുവാനും നിന്ദിക്കുവാനും നിസ്സാരപ്പെടുത്തുവാനുമൊക്കെ ആഗോളാടിസ്ഥാനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല, ഈ ശത്രുക്കൾ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും നിലക്കൊരു ന്യൂനതയുള്ള വ്യക്തിത്വമല്ല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റേത് എന്ന് ലോകത്തെ അറിയിക്കലും പഠിപ്പിക്കലും വിശ്വാസികളുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ വേറൊരു വിഭാഗം ആളുകൾ ഈ സന്ദർഭത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹുബ്ബാണ്, മഹബ്ബത്താണ്, സ്നേഹമാണ് എന്ന് അവകാശപ്പെടുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിരോധിച്ചിട്ടുള്ള സംഗതികൾ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ തന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞങ്ങൾക്കാണ് മഹബ്ബത്തുള്ളത്, ഞങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാകുന്നു യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് എന്നും അതിനെ എതിർക്കുന്ന കക്ഷികളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിസ്സാരപ്പെടുത്തുന്നവരും അവിടുത്തെ മഹത്വങ്ങളെ അവഗണിക്കുന്നവരും അവിടുത്തെ നിന്ദിക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്നൊരു പ്രചരണവും വേറൊരു കൂട്ടം കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രചരണങ്ങളുടെയും നടുവിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, സലഫി പ്രസ്ഥാനത്തിന് ജനങ്ങളോട് ഈ വിഷയങ്ങളുടെ വസ്തുത എന്താണെന്ന് പറയേണ്ടത് അനിവാര്യമായി വരുന്നത്. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും
അവിടുത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള ചിത്രങ്ങളും കാർട്ടൂണുകളുമൊക്കെ വരച്ചുകൊണ്ട് അവമതിക്കാൻ പറ്റുമോ എന്ന് മനപ്പായസമുണ്ടുകൊണ്ട് നടക്കുന്ന ചില വിഡ്ഢികൾ ഒരു ഭാഗത്തും, വേറൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നുള്ളൂ, കാരണം ഞങ്ങൾക്കാണ് ചില പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയുള്ളത്. അതിനെ എതിർക്കുന്ന കക്ഷികൾ, പ്രത്യേകിച്ച് മുജാഹിദുകൾ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിരോധം വെച്ച് പുലർത്തുന്നവരാണ്. അതുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് അവർ അങ്ങേയറ്റം പിഴച്ചവരാണ് എന്ന് സാധാരണ ജനങ്ങളുടെ മുമ്പാകെ മറുകക്ഷിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് വസ്തുത എന്ന് പറയേണ്ടത് അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം നടത്തുന്ന ഓരോ പ്രവർത്തകന്റെയും ബാധ്യതയായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എനിക്കെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ സഹോദരീ സഹോദരന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കരുത്. ഞങ്ങൾക്ക് ഹക്കാണ് കേൾക്കേണ്ടത്, ഞങ്ങൾക്ക് ഹക്കാണ് മനസ്സിലാകേണ്ടത്, ഞങ്ങൾ ഹക്കറിയാനാണ് വന്നത്. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് അതെന്താണെന്ന് അറിയണം, അതെന്താണെന്ന് മനസ്സിലാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസംഗം ശ്രദ്ധിക്കേണ്ടത് എന്ന് എൻ്റെ ബഹുമാന്യരായ സർവ്വ ശ്രോതാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളിൽ ഈ പറയുന്ന ഈ ശബ്ദത്തോട് അനുകൂല ഭാവമുള്ളവരും പ്രതികൂല ഭാവമുള്ളവരും ഉണ്ടായിരിക്കാം, ശത്രുത വെച്ച് പുലർത്തുന്നവരുണ്ടായിരിക്കാം, മുൻവിധിയോടുകൂടി പ്രസംഗം ശ്രവിക്കാൻ വന്നവരുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിനെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അന്ത്യനാൾ വരെ അതിങ്ങനെ തിളക്കത്തോടുകൂടി തന്നെ റബ്ബുൽ ആലമീൻ നിലനിർത്തുക തന്നെ ചെയ്യുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏത് ശത്രുക്കൾ എങ്ങനെ ചിത്രം വരച്ചും കാർട്ടൂൺ വരച്ചും അവമതിക്കാൻ ശ്രമിച്ചാലും അവിടുത്തെ വ്യക്തിത്വത്തെ ഒരാൾക്കും നിസ്സാരപ്പെടുത്താൻ, ഒരണുത്തൂക്കം പോലും അവിടുത്തെ അവമതിക്കാൻ, ഒരണുത്തൂക്കം പോലും അവിടുത്തെ നിസ്സാരപ്പെടുത്താൻ ഒരു ശക്തിക്കും അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ സാധ്യമേ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വം ഈ ലോകത്തും നാളെ പരലോകത്തും അത്രമാത്രം സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ നമ്മെ അറിയിച്ചത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ, സർവലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല നബിയേ. പരിശുദ്ധ ഖുർആനെ പറഞ്ഞത് കൃത്യമായും വ്യക്തമായും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ ലോകത്തുള്ള മനുഷ്യരോട് മാത്രമല്ല, ജന്തുക്കളോടും സർവ്വജീവജാലങ്ങളോടും കരുണയുടെ സ്വഭാവമല്ലാതെ ഒരു ക്രൂരതയുടെ ഏതെങ്കിലും നിലക്കുള്ള ഒരു സ്വഭാവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുണ്ടായിട്ടില്ല. എന്നിട്ട് ആ നബിയെയാണോ വാളെടുത്ത് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആളെന്ന്, വളരെ മോശമായി പെരുമാറിയ വ്യക്തിയെന്ന് കാർട്ടൂണിലൂടെ ശത്രുക്കൾ ചിത്രീകരിക്കുന്നത്? ലോകം അവർക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. കാരണം സൂര്യൻ്റെ പ്രഭ, ചന്ദ്രൻ്റെ പ്രകാശം, അതൊക്കെയും ആരെതിർത്താലും ലോകത്ത് നിലനിൽക്കുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുള്ള, സ്ഥാനം നൽകിയിട്ടുള്ള, മഹത്വം കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ പുന്നാര നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തന്നെ പറഞ്ഞതാണ്, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തി തന്നില്ലയോ. ലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ അതാ ഖിയാമത്ത് നാൾ വരെ ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിലും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ടോ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം 5 നേരത്തെ ബാങ്കൊലികളിലൂടെ, മിനാരങ്ങളിലൂടെ ലോകം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പറഞ്ഞാൽ ഉടനെ തന്നെ പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം ലോകത്തുയർന്നു കേൾക്കുകയാണ്. ബാങ്ക് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് എത്തിയാലോ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കുമ്പോഴും ഇതേപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ വാചകം പറയാത്ത ഒരു ബാങ്കല്ലല്ലോ. ആ വാചകം പറയാത്തൊരു ഇഖാമത്തായി പരിഗണിക്കപ്പെടുന്നില്ല. ഇനി മുസ്ലിമീങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നിങ്ങനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം പറയുകയാണ്. ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിലൂടെ, ധാരാളം സമയങ്ങളിലൂടെ അവൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, ലോകം കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണത്. ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആര് ക്രൂരനായി ചിത്രീകരിച്ചിട്ടെന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയിൽ തന്നെയാണ്, ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേലാണ് അങ്ങുള്ളത്. മാത്രമല്ല ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സഹാബിമാര് ക്ഷമിച്ചു കഴിഞ്ഞുകൂടിയില്ലേ? പ്രവാചകനെ മനസ്സിലാക്കിയ ഒരൊറ്റ സഹാബിയും നബിയോട് അകന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ള ഒരു സഹാബിയും നബിയില്ലെന്ന് മാറിപ്പോയിട്ടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബുൽ ആലമീൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, ലിൻത ലഹും, നബിയെ താങ്കൾ അവരോട് വളരെ ലോലമായി പെരുമാറുന്നു. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി, അങ്ങ് പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിവായി പോകുമായിരുന്നു നബിയേ. എന്തേ ആളുകളൊന്നും ഒഴിവായി പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ കഴിഞ്ഞത്? അവിടുത്തെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയാണത്, ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ജനങ്ങളൊക്കെ, ആ കാലത്തെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മജ്നൂൻ എന്ന് വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്, ഭ്രാന്തനാണെന്ന് വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്, ഷായിറാണ്, കവിയാണെന്ന് വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്, സുഖമില്ലാത്തവനാണെന്ന് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബുൽ ആലമീൻ മറുപടി കൊടുത്തല്ലോ, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഓ നബിയേ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങൊരിക്കലും ഭ്രാന്തനല്ല. ലോകത്തിന് മാതൃക കാണിക്കാൻ വന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഭ്രാന്തുണ്ടാകാനാ? ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർക്കും ഏതൊരു പ്രവർത്തനത്തിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മാതൃകയാണ്. അത് അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ലഖദ് കാന ലക്കും, നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഫീ റസൂലില്ലാഹി, അല്ലാഹുവിൻ്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ലതായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിറ, അന്ത്യനാളിനെയും, വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അഥവാ നാം മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിലും മാതൃകയാണ്. അവിടുന്ന് കുട്ടികളുടെ പിതാവായിരുന്നു. ലോകത്തുള്ള സർവ്വ പിതാക്കന്മാർക്കും മക്കളെ എങ്ങനെ വളർത്തണമെന്നും മക്കളോടെങ്ങനെ വർത്തിക്കണമെന്നും മക്കളോടെങ്ങനെ സ്നേഹം കാണിക്കണമെന്നും പഠിപ്പിച്ച ഉത്തമനായ പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ തന്നെ അവിടുന്ന് ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവായിരുന്നു. ലോകത്തുള്ള വിശ്വാസികൾ അവരുടെ ഇണകളോട്, അവരുടെ ഭർത്താവിനോട് എങ്ങനെ വർത്തിക്കണം, അവരുടെ ഭാര്യമാരോട് എങ്ങനെ വർത്തിക്കണം എന്ന് പഠിപ്പിച്ചു തരാൻ ലോകത്ത് ആ വിഷയത്തിലും മഹത്തായ മാതൃകയാണ് അവിടുന്ന്. അവിടുന്ന് പള്ളിയിലെ ഇമാമാണ്,
പള്ളിയിൽ ജനങ്ങളോട് ഖുതുബ നിർവഹിക്കുന്ന ഖതീബായിരുന്നു. അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന നേതാവായിരുന്നു, രാഷ്ട്രനായകനായിരുന്നു, യുദ്ധത്തിന്റെ നായകനായിരുന്നു. സർവ പ്രശ്നങ്ങളിലും അവരോട് ഇടപഴകിയിരുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന, ഉപദേശങ്ങൾ നടത്തിക്കൊടുത്തിരുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല സർവ്വ വിഭാഗത്തിനും റഹ്മത്തായി കൊണ്ട് അല്ലാഹു അയച്ചതാണ്. അത് മുസ്ലിമീങ്ങളുടെ നബി എന്നല്ല പറഞ്ഞത്, അറബികളുടെ നബി എന്നല്ല പറഞ്ഞത്, അത് റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും റഹ്മത്തായി കൊണ്ടാണ് അയച്ചത്. മാത്രമല്ല സർവ്വ മനുഷ്യന്മാർക്കുമുള്ള നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തെ, ആ ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതാ സഹാബിമാര്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കുമ്പോൾ എത്ര വളരെ ഭവ്യതയോടെയാണ് അവർ സംസാരിച്ചത്. പല സഹാബിമാരും പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ വർണ്ണിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല, അസാധ്യമാണ് പലപ്പോഴും. കാരണം ഞങ്ങളൊന്ന് കണ്ണ് നിറയെ തല ഉയർത്തിയിട്ട് ധൈര്യമായിട്ട് അവിടുത്തെ മുഖത്തേക്കൊന്ന് നോക്കാൻ വരെ പലപ്പോഴും ഞങ്ങൾക്ക് ധൈര്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല സ്വഹാബിമാരുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അല്ലാഹു അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ പ്രത്യേകത കാണാം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, എത്രയോ അമ്പിയാക്കന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളം പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിൽ 25ഓളം നബിമാരുടെ പേരാണ് ഖുർആനിലുള്ളത്. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, അള്ളാഹു ഒരു നബിയെ പേരെടുത്ത് വിളിക്കുക എന്നുള്ളത് ഒരു നബിയെ അനാദരിക്കലല്ല. അള്ളാഹുവിന് ആരെയും ഏത് നിലക്കും അഭിസംബോധന ചെയ്യാം, വിളിക്കാം, സംസാരിക്കാം, ഉപദേശിക്കാം, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക ആദരവുണ്ട്, മറ്റ് നബിമാർക്കില്ലാത്ത ഒരു പ്രത്യേക ആദരവ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവ്വ അമ്പിയാക്കന്മാരും ആദരണീയരാണ്. എല്ലാ അമ്പിയാക്കന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഒരു നബിമാർക്കിടയിലും നമ്മളൊരു വ്യത്യാസം കൽപ്പിക്കുന്നില്ല. എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹുവിങ്കൽ നിന്ന് നിയോഗിതരായ മഹാന്മാരാണ്, പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരാണ്, പവിത്രന്മാരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചിലരേക്കാൾ ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. ആ ദൂതന്മാര് അല്ലാഹു തആല പറയുന്നു, ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, അവരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം പ്രത്യേകമായ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാമിനോട് പറയാനുള്ള കാര്യം അല്ലാഹു പറയുമ്പോൾ ഖുർആനിൽ കാണാം, യാ ആദമു, ഓ ആദമേ എന്ന് ആദം നബി അലൈഹിസ്സലാമിനെ പേരെടുത്താണ് അല്ലാഹു വിളിച്ചിരിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്ന വേളയിൽ യാ നൂഹു എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. ഇബ്രാഹിം നബിയോട് വിളിക്കുമ്പോൾ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ ആയത്ത് കാണാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുമ്പോൾ യാ മൂസ, ഓ മൂസ എന്ന് വിളിച്ചതായി കാണാം. ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചപ്പോൾ അല്ലാഹു യാ ഈസാ, ഓ ഈസാ എന്ന് വിളിച്ചതായി കാണാം. ഇങ്ങനെ ഓരോ നബിമാരെ വിളിക്കുമ്പോഴും അവരുടെ പേരെടുത്തുകൊണ്ട് തന്നെ വിളിച്ചു, അതിൽ അനാദരവൊന്നുമില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചത് എങ്ങനെയാണ്? ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തെങ്കിലും കാണുവാൻ നമുക്ക് സാധ്യമാണോ? ഇല്ല സഹോദരന്മാരെ. ഖുർആനിലെ ആയത്തുകൾ മുഴുവനും മരിച്ചു പെറുക്കിയാലും ഒരൊറ്റ അധ്യായത്തിൽ പോലും നമ്മുടെ നേതാവിനെ റബ്ബുൽ ആലമീൻ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടേയില്ല. മറിച്ച് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്തുകളൊക്കെ എന്താ കാണുന്നത്? നബിക്ക് അല്ലാഹു നൽകിയ നുബുവത്ത് എന്ന പവറിനെ,
റിസാലത്ത് എന്ന മഹത്വത്തെ അതിലേക്ക് ചീർത്തിക്കൊണ്ടാ വിളിച്ചു പറയുന്നത്. യാ അയ്യുഹൻ നബിയു, ഓ നബിയേ. അതേപോലെ യാ അയ്യുഹർ റസൂൽ, ഓ റസൂലേ എന്നിങ്ങനെ അല്ലാതെ യാ മുഹമ്മദ് എന്ന്, യാ ആദം എന്ന് വിളിച്ചതുപോലെ, യാ നൂഹ് എന്ന് വിളിച്ചതുപോലെ, യാ ഇബ്രാഹിം എന്ന് വിളിച്ചതുപോലെ, യാ മൂസ എന്ന് വിളിച്ചതുപോലെ, യാ ഈസാ എന്ന് വിളിച്ചതുപോലെ, യാ ഇബ്രാഹിം എന്ന് വിളിച്ചതുപോലെ യാ മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും റബ്ബ് വിളിച്ചിട്ടില്ല. വിളിച്ചതൊക്കെ ഇങ്ങനെയാണ്. യാ അയ്യുഹൻ നബിയു, ഓ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലേ എന്നിങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ആദരവോടുകൂടിയാണ് റബ്ബുൽ ആലമീൻ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. അത് അവിടുത്തേക്ക് നൽകിയ ഒരു പവറാണ്, അത് അവിടുത്തേക്ക് നൽകിയ ഒരു പ്രത്യേകമായ ആദരവാണ്, ഒരു പ്രത്യേകമായ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലിരിക്കാനും അവിടുത്തെ കാണാനും അവിടുത്തെ സംസാരങ്ങൾ കേൾക്കാനും അവിടുത്തെ തൊടാനുമൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും, ആ സ്വഹാബിമാര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, വിളിക്കാനും പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദാ. ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും ഈ കാര്യം രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ടൊരൊറ്റ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നബിയോട് എന്തെങ്കിലും സംശയ നിവൃത്തി വരുത്താനുണ്ടെങ്കിൽ, നബിയോടെന്തെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ നബിയെ ധരിപ്പിക്കാനുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അത് മര്യാദയില്ലാത്ത വിളിയാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സഹാബത്തും വിളിച്ചതെങ്ങനെയാണ്? യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നിങ്ങനെയാണ് സഹാബിമാരും വിളിച്ചത്. അതുകൊണ്ട് യാ മുഹമ്മദ് എന്ന് ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കാൻ പാടില്ല. അത് അനാദരവാണ് മനുഷ്യരങ്ങനെ വിളിക്കുമ്പോൾ. അതുകൊണ്ട് ഇസ്ലാം അത് വിരോധിച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞാൽ തീരുമോ? ഈ പറയുന്നതൊക്കെ ലോകം ശ്രവിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കക്ഷികൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ഇസ്ലാമിലേക്ക് വല്ല മെമ്പർമാരും കടന്നു വരാതെ മുഹമ്മദ് ക്രൂരനാണെന്ന് ആരെങ്കിലും ഓരിയിട്ടാൽ അത്രക്ക് ഒലിച്ചു പോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയല്ല നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് അള്ളാഹു ഉയർച്ച നൽകിയിട്ടുള്ള, അള്ളാഹു പവർ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. റബ്ബ് പവർ നൽകിയവരുടെ ആ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ റബ്ബിന്റെ ഒരു പടപ്പ് വിചാരിച്ചാലും നടക്കുന്നതല്ല എന്നുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാര് യാതൊരു നിലക്കുള്ള ദ്വയാർത്ഥ ഉദ്ദേശവുമില്ലാതെ നബിയോട് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ലാസ്സിൽ വന്നുകൊണ്ട് സഹാബിമാര് പങ്കെടുക്കും. നബിയോട് അവർക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ അവർ എഴുന്നേറ്റ് ചോദിക്കും. അപ്പം അവർ നബിയോട് പറയാറുണ്ട്, റാഇനാ, നബിയെ ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ, ഞങ്ങളൊന്ന് പരിഗണിക്കണേ, ഞങ്ങൾക്ക് ഇന്ന കാര്യം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരണം, മനസ്സിലായിട്ടില്ല എന്ന് സഹാബിമാര് ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ചില മുനാഫിഖീങ്ങൾ, ജൂതന്മാരാ സദസ്സിൽ പങ്കെടുക്കാറുണ്ട് റസൂലുള്ളാഹിയുടെ ക്ലാസ് കേൾക്കാൻ. അവരെന്തിനാ വരുന്നത്? കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ്. അങ്ങനെ ആ മഹത്തായ വിലപ്പെട്ട മജ്ലിസിൽ ജൂതന്മാര് കയറി കൂടിയിട്ട് സഹാബിമാര് ചോദിക്കും പോലെ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റാഇനാ റാഇനാ എന്നിങ്ങനെയുള്ള പദം പറയുന്നു. ശരിക്ക് ശ്രദ്ധിക്കണം എൻ്റെ സഹോദരന്മാരെ. ജൂതൻ റാഇന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്തിനാ? ഈ റാഇന എന്ന പദത്തിന് അറബിയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല അർത്ഥത്തിന് റാഇന എന്ന് ഉപയോഗിക്കും. നല്ല അർത്ഥമാ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ? നബിയെ അങ്ങ് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ, നബിയെ ഞങ്ങളുടെ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് ഈ മസ്അലയൊന്ന് വിശദീകരിച്ചു തരണം. ആ ഉദ്ദേശത്തിൽ ആ സഹാബിമാര് സദസ്സെന്ന് പറയുന്നത്.
ഇതേ അവസരം മുതലെടുത്തുകൊണ്ട് ജൂതനും പറയും റായിന റായിന എന്ന് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. ഈ റായിനക്ക് രണ്ടാമതൊരർത്ഥമുണ്ട്. ഹേ വിഡ്ഢി, മോശപ്പെട്ടവരർത്ഥവും ആ റായിനക്കുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് ആ ജൂതൻ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് റായിന റായിന എന്ന് വിളിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതറിയുന്നവനല്ലേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിക്കൊണ്ട് പറഞ്ഞു, ദ്വയാർത്ഥത്തിന് സാധ്യതയുള്ള പദങ്ങൾ പോലും മുത്തുനബിയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചു പോകരുത്. ദ്വയാർത്ഥത്തിന് സാധ്യതയില്ലാത്ത, ചീത്തയായ അർത്ഥത്തിന് ഒരു സാധ്യതയുമില്ലാത്ത പദപ്രയോഗങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കുമ്പോൾ നടത്താവൂ. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് നബി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചോദ്യം ചോദിച്ച് അവിടുന്ന് വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്, ഇനി മേലിൽ നിങ്ങൾ കുറ്റമായ അർത്ഥത്തിന് സാധ്യതയുള്ള ജൂതൻ പ്രയോഗിക്കുന്ന റായിന അത് നിങ്ങൾ പറഞ്ഞു പോകരുത്. മറിച്ച് നിങ്ങൾ എന്തു പറയണം? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിന വഖൂലു ഉൻളുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. ഓ വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും ഇനി റസൂലുള്ളാഹിയുടെ മജ്ലിസിൽ വെച്ച് ലാ തഖൂലൂ നിങ്ങൾ പറഞ്ഞു പോകരുത് റായിന എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മനസ്സിലായോ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കുമ്പോൾ ചീത്തയായ അർത്ഥത്തിന് സാധ്യതയുള്ള പദം പോലും പ്രയോഗിക്കൽ തെറ്റാണ്. അതുകൊണ്ട് അന്ന് നബി അല്ലാഹു അത് വിലക്കി. അതുകൊണ്ട് നിങ്ങൾ അത്തരം അർത്ഥത്തിന് സാധ്യതയില്ലാത്ത ഉൻളുർനാ എന്നേ നിങ്ങൾ പ്രയോഗിക്കാവൂ എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ ഉൻളുർനാന്നും പറഞ്ഞിട്ട് നിങ്ങൾ സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് സമയം കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിഗണിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം തരുമ്പോ വസ്മഊ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടുത്തെ വിവരണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണേ. അതല്ലാതെ ധിക്കാരം പ്രവർത്തിക്കാനാണ് ആ ആളുകൾക്ക് ഭാവമെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ മുന്നറിയിപ്പ് വലിൽ കാഫിരീന അദാബുൻ അലീം, നിഷേധികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകുന്നതാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കൊടുത്ത പവറുകളാണ് ഇത് പറഞ്ഞാൽ തീരില്ല. ഇനി നാളെ പരലോകത്തെത്തിയാൽ ഈ നേതാവിനോളം സ്ഥാനന്മാർക്കാ ഉള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഫഖർ പറയുകയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്തെല്ലാം മഹത്വങ്ങൾ അള്ളാഹു നൽകിയതെടുത്തു പറഞ്ഞു. ആദ്യമായി ഖബറിൽ നിന്ന് ആ ഖബറങ്ങ് പൊട്ടിപ്പിളർന്നിട്ട് മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കന്മാര് നാളെ മഹ്ശറിൽ വരുമ്പോൾ ചില അമ്പിയാക്കന്മാരുടെ കൂടെ രണ്ടനുയായികളെയൊക്കെയാണ് കാണുക. ചില അമ്പിയാക്കന്മാരുടെ കൂടെ ഏതാനും അനുയായികൾ ഉണ്ടാകും. വേറെ ചില നബിമാര് മഹ്ശറിൽ വരുമ്പോൾ അവരുടെ കൂടെ ആരുമില്ല. അങ്ങനെ അമ്പിയാക്കളൊക്കെ അവരുടെ അനുയായികളെയും കൊണ്ടുവരുമ്പോൾ അനാക്സറുൽ അംബിയാ താബിയൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നബിമാരിൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുയായി വൃന്ദത്തെയും കൊണ്ട് ഹാജരാക്കപ്പെടുന്ന നബി ഞാനായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല സ്വർഗത്തിലേക്ക് മോഹിച്ചുകൊണ്ടല്ലേ നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത്, ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ. എന്നാ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിന്റെ വാതിൽക്കൽ ആദ്യമായി പോയി നിൽക്കുന്നത് ഞാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സ്വർഗലോകം ഉദ്ഘാടനം നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, അതാ ഹദീസിൽ കാണാം, വഅവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. ആതി ബാബൽ ജന്ന, മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാം, ആതി ബാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ ഞാൻ ചെന്നു നിൽക്കും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ഫാസ്തഫ്തിഹു, എന്നിട്ട് ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും.
ഫയഖൂലുൽ ഖാസിനു, അപ്പൊ സ്വർഗത്തിന്റെ പരിചാരകനായ ഖാദിന്റെ ആ സൂക്ഷിപ്പുകാരനായ മലക്ക് ചോദിക്കും എന്നോട്, മൻ അന്ത, താങ്കൾ ആരാണ്, താങ്കൾ ആരാണ് എന്നോട് ചോദിക്കുമ്പോ ഫഅഖൂലു മുഹമ്മദ്, ഫഅഖൂലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പറയും മുഹമ്മദാണ്, ഞാൻ മുഹമ്മദാണെന്ന് പറയുമ്പോ ആ ഘട്ടത്തിൽ മലക്ക് തിരിച്ചു പറയുന്ന മറുപടി ഫയഖൂലു, മലക്ക് പറയുന്നതാണ്, ബിക ഉമിർതു, താങ്കളുടെ കാര്യത്തിലാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, അങ്ങേക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഈ സ്വർഗ കവാടം തുറക്കരുതെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആശീർവാദം പറയുകയാണ് മലക്കുകൾ എന്ന്. മലക്ക് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, എത്രയാണ് ആ പവർ, എത്രയാണ് ആ സ്ഥാനം. അത് പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ? എന്നിട്ടാണോ ഏതെങ്കിലും വിഡ്ഢികൾ ക്യാൻവാസിൽ ചില ചിത്രങ്ങൾ വരച്ചിട്ട്, കാർട്ടൂണുകൾ വരച്ച് അവരെ കൊണ്ട് കഴിയാവുന്ന നിലക്ക് എവിടെ എന്ത് പ്രചരിപ്പിച്ചിട്ടെന്താ? ഈ മുത്ത് മുസ്തഫയുടെ ഏതെങ്കിലും ഒരു മഹത്വത്തെ ഇടിച്ച് താഴ്ത്താൻ അത്തരത്തിലുള്ള കാർട്ടൂണിന്റെ കുബുദ്ധികൾക്ക് സാധ്യമല്ല എന്ന് ലോകം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവർക്ക്. അവരുടെ വായകൾ ഊതി ഊതി തളരുകയല്ലാതെ ഇതൊരിക്കലും അണഞ്ഞു പോകുന്നതല്ല. ഈ സത്യത്തിന്റെ കിരണങ്ങൾ, ആ സത്യം അവിടുന്ന് ഇവിടെ ബാക്കി വെച്ചു പോയ സന്ദേശങ്ങൾ, അത് നെഞ്ചിലേറ്റി, അത് തോളിലേറ്റി, അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടു നടക്കാൻ ലക്ഷങ്ങളെന്നും ഈ ലോകത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ പവറാണ്, അല്ലാഹു നൽകിയിട്ടുള്ള അവിടുത്തേക്ക് നൽകിയ ഏറ്റവും വലിയ വ്യക്തിത്വമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇത്രയും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുണ്ട്, അവിടുത്തെ ആദരവ് പറയേണ്ടതുണ്ട്, അവിടുത്തെ മഹത്വം ലോകത്തിന്റെ മുമ്പാകെ വിളിച്ചു പറയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ആർക്കാ ഈ ലോകത്ത് തർക്കമുള്ളത്? പക്ഷേ ചില കക്ഷികൾക്ക് എപ്പോഴും ചില ആളുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലേ സമാധാനം കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഈ സന്ദർഭത്തിൽ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ഹുബ്ബുർ റസൂൽ എന്ന പേരും വെച്ചിട്ട്, മദ്ഹുർ റസൂൽ എന്ന പേരും വെച്ചിട്ട് ഈ സംഘടനയെയും അതിൻ്റെ പ്രവർത്തകന്മാരെയും കുറിച്ച് ചിലരൊക്കെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ കക്ഷികൾക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ല കേട്ടോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിസ്സാരമാക്കുന്ന ഈ ഭാഗമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിസ്സാരമാക്കുന്നവരോട് ഞങ്ങൾ ഐക്യപ്പെടില്ല എന്നൊക്കെ ബടായി പറയുന്ന കക്ഷികളില്ലേ. അവരാരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം ഇനി നടക്കുന്നതല്ല. കാരണം ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവരാണെന്ന് പറയാൻ കാരണമായി അവർ ആരോപിക്കുന്നത്? അവർ പറയുന്നത്, ഞങ്ങൾ പുകഴ്ത്തും പോലെ നബിയെ പുകഴ്ത്തുന്നില്ല, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയും പോലെ നിങ്ങൾ പറയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയരുതാത്ത പലതുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെ പറയരുതാത്ത കാര്യങ്ങളാ മുത്ത് മുസ്തഫയെ കുറിച്ച് പറയുന്നതെന്ന്. അങ്ങനെ പറയരുതാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ പറയുകയാണ്. മദ്ഹാണെന്നാണ് പേര് പറയുന്നത്, ഹുബ്ബാണെന്നാണ് പറയുന്നത്. ആ പേരും വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ആദർശങ്ങളിലേക്ക് ജനങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ അരുത് സഹോദരാ, നിങ്ങൾ ഈ പറയുന്നത് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബല്ല, ഇത് നബിയോട് പൊരുത്തപ്പെടുന്ന മദ്ഹല്ല, ഇത് ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ചില കക്ഷികൾ പറയുകയാണ്, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ല, നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങൾക്ക് സ്നേഹമില്ല എന്നാ പറയുന്നത്. നിങ്ങൾ നോക്കൂ, സ്നേഹമുണ്ടോ ഇല്ലേ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ അത് പറയരുതേ എന്ന് പറയുന്നത് സ്നേഹക്കുറവാണോ? അത് അനാദരവാണോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ ഒന്ന് നിഷ്പക്ഷമായി ഞാനൊരു ചരിത്രം പറയട്ടെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് പറയാനുള്ളത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശവുമായി മക്ക രാജ്യത്ത് വന്നപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, അറേബ്യൻ കാഫിറുകൾ,
അവര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട്, മുഹമ്മദേ, നിനക്ക് ഇബ്രാഹിം നബിയോട് എന്ത് പാരമ്പര്യമാ ഉള്ളത്? നിനക്ക് ഇബ്രാഹിമിനോട് സ്നേഹമില്ല? ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടുമൊക്കെ അവകാശം പറയാനുള്ള അർഹത ഞങ്ങൾക്കാണ് മുഹമ്മദേ, നിനക്കതിന് അർഹതയില്ല കേട്ടോ എന്ന് അറേബ്യൻ കാഫിറുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ജൂതന്മാര് പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങൾക്കാണ് ഇബ്രാഹിം നബിയോട് കടപ്പാട്. നസറാനികൾ പറഞ്ഞു ഞങ്ങൾക്കാണ് ഇബ്രാഹിം നബിയോട് കടപ്പാട്. അറേബ്യൻ മുശ്രിക്കുകളും പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങളുടെ ആളാണ് ഇസ്മായിൽ. അള്ളാഹു ഈ 3 വിഭാഗത്തിനെയും എതിർക്കുകയാണ് ചെയ്തത്. അവരുടെയൊന്നും അവകാശവാദം വകവെച്ചു കൊടുത്തില്ല. മകാന ഇബ്രാഹിമു യഹൂദിയാ വലാ നസറാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല. അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനുമല്ല. മനസ്സിൽ യാതൊരു വക്രതയുമില്ലാത്ത ഋജുമാനസനായ വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെ. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു അവരുടെ വാദത്തൊക്കെ എതിർത്തു. എന്നിട്ട് പിന്നെ ആരെയാണ് പിന്തുണച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഹൂദിയല്ല ഇബ്രാഹിമെങ്കിൽ, നസറാനിയല്ല ഇബ്രാഹിമെങ്കിൽ, മുശ്രിക്കല്ല ഇബ്രാഹിമെങ്കിൽ പിന്നെ ഇബ്രാഹിം ആരുടെ ആളാണ്? അവകാശവാദക്കാര് പലരുമുണ്ട്. ജൂതന്മാര് പറയുന്നു മുഹമ്മദേ, നിന്റെ ആളല്ല, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിമും ഇസ്മായിലും. ക്രിസ്ത്യാനികൾ പറയുന്നു മുഹമ്മദേ, നിന്റെ ആളല്ല, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം. അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളും വാദിച്ചു മുഹമ്മദേ, നിന്റെ ആളല്ല ഇബ്രാഹിമും ഇസ്മായിലും, ഞങ്ങളുടെ ആളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ ഒന്നും ആളല്ല. ഇബ്രാഹിമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും വാസ്തവത്തിൽ ഹുബ്ബും മഹബത്തും അവകാശവാദവും ഒക്കെ ഉന്നയിക്കാൻ അർഹതയും അവകാശവുമൊക്കെയുള്ളത് ഞങ്ങൾക്കാണ്. അതങ്ങ് റബ്ബങ്ങ് പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു തരുന്നു ആയത്തിലൂടെ. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, ഇന്ന ഔലന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അർഹതപ്പെട്ടത് ബി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ലല്ലദീന തബഊഹു, ആ നബിയെ പിൻപറ്റിയവർ തന്നെയാണ്, വഹാദൻ നബിയു, ഈ മുഹമ്മദ് നബിയും, വല്ലദീന ആമനൂ, ആ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളും തന്നെയാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ. മനസ്സിലായോ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, താൻ പറഞ്ഞു വന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറ്റവും മഹബത്തും അവിടുത്തോട് ഏറ്റവും ആദരവും പിന്തുടർച്ചാവകാശവുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് യഹൂദികളും നസറാനികളും മുശ്രിക്കുകളും രംഗത്ത് വന്നപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അത് അവകാശപ്പെട്ടു, എനിക്കാണ്, എന്നെ പിൻപറ്റിയവർക്കാണ് അതിന് യോഗ്യതയുള്ളത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഈ നബിക്കും ഈ നബിയെ പിൻപറ്റിയവർക്കുമാണ് അതിനേറ്റവും അർഹതയുള്ളത്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനത്തിലുള്ളത്. ഇനി നിങ്ങൾ സഹോദരന്മാരെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ബഹുമാനിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തോട് വാസ്തവത്തിൽ മഹബത്തും പിന്തുടർച്ച അവകാശവുമൊക്കെ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ മുശ്രിക്കുകൾ എങ്ങനെയാണ് അവർ ആദരവ് കാണിച്ചത്? എങ്ങനെയാണ് അവർ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ബഹുമാനിച്ചത്? നിങ്ങൾ നോക്കൂ, അവർ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കഅബക്കകത്ത് പ്രതിഷ്ഠിച്ചു. കഅബയുടെ അകത്തതാ പല വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ 2 ബിംബങ്ങൾ നിൽക്കുന്നു. ഒന്ന് ഇബ്രാഹിമിന്റെ ബിംബമാണ് അവരുടെ ഭാഷയിൽ,
മറ്റൊന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കയ്യിലതാ അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഒക്കെ കൈകളിൽ അവര് ഒരു അമ്പുറ കൊടുത്തിട്ടുണ്ട്. അമ്പുകൾ വെക്കുന്ന ഒരു ഉറയുണ്ട്. ആ ഉറയിൽ ചില അമ്പുകളുണ്ട്. ആ അമ്പുകളിൽ ഒന്നിന്മേൽ അവർ എഴുതിയിട്ടുണ്ട് ഇഫ്അൽ, ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്നിന്മേൽ ലാ തഫ്അൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. മൂന്നാമതൊരമ്പിന്മേലാണെങ്കിൽ നമ്മൾ 0 എന്ന് പറയുന്നത് പോലെ ഒന്നുമില്ല. അങ്ങനെ ഇവർ ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ബഹുമാനിച്ച കോലമാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചത് എങ്ങനെയാ എന്ന് നമുക്ക് ശേഷം പറയാനുണ്ട്. ഈ അവകാശവാദക്കാര് ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ബഹുമാനിച്ച കോലം കേൾക്കണോ? ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ആദരിച്ച കോലം കാണണോ നിങ്ങൾക്ക്? അവരതാ ഒരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ, അറബി ഒരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ, കച്ചവടത്തിനൊരുങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിനൊരുങ്ങുകയാണെങ്കിൽ അതാ കഅബക്കകത്തേക്ക് ഈ മുശ്രിക്കങ്ങ് കയറുകയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ സ്വഭാവമായി പറയുന്നത് കഅബയുടെ അകത്തേക്ക് അങ്ങ് കയറിയിട്ട് അതാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ കയ്യിൽ അവർ കൊടുത്തിട്ടുള്ള അമ്പുറയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു അമ്പങ്ങ് അവർ ഊരിയെടുക്കുന്നു. എന്നിട്ടതിൽ ഇഫ്അൽ എന്ന അമ്പാണ് കിട്ടിയതെങ്കിൽ നീ ചെയ്തോ എന്നാണ് അർത്ഥം. അവർ യാത്ര പോകും, അവർക്കതിനൊരു മടിയുമില്ല, പ്രയാസവുമില്ല. ലാ തഫ്അൽ എന്നാണെങ്കിലോ അവർ ചെയ്യില്ല, ചെയ്യരുത് എന്നല്ലേ അതിലെ നിർദ്ദേശം. ഇനി 0 ഉള്ള അമ്പുകോലാണ് കിട്ടിയതെങ്കിൽ അവർ പിന്നെയും കറക്കും, പിന്നെയും അവർ നറുക്കെടുപ്പ് നടത്തും. ഇങ്ങനെ ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും കയ്യിൽ കൊടുത്തിരുന്ന അമ്പുറകളിൽ നിന്ന് അമ്പ് വലിച്ചൂരിക്കൊണ്ട് അവരോട് അഭിപ്രായം തേടിക്കൊണ്ടല്ലേ അറബികളെ യാത്രക്കൊരുങ്ങുന്നത്, കച്ചവടത്തിനൊരുങ്ങുന്നത്. അവരെ കാണിച്ച ബഹുമാനമാണ് ഈ പറഞ്ഞത്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം പൊരുത്തപ്പെടുന്ന വഴിയാണോ? ഇസ്മായിൽ അലൈഹിസ്സലാം പൊരുത്തപ്പെട്ട വഴിയാണോ? ചിന്തിച്ചുകൂടെ മുസ്ലിമീങ്ങളെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് വിഗ്രഹം വെക്കുന്നതിന് അവിടുന്ന് എതിർത്ത മനുഷ്യനല്ലേ? ബിംബാരാധനക്കെതിരെ പോരാടിയതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ വരെ എടുത്തെറിയപ്പെടുകയും അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലുമേൽക്കാതെ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതകാലം മുഴുവനും ബിംബാരാധനക്കെതിരെ, ശിർക്കിനെതിരെ പോരാടിയ ബാപ്പയുടെയും മകന്റെയും അവരോട് സ്നേഹം കാണിക്കാൻ എന്ന പേരിൽ അവരെ ബഹുമാനിക്കുന്നു എന്ന നാട്യത്തിൽ അവരുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെട്ടിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ ചെയ്ത പണി എന്താ? അവരുടെ തന്നെ വിഗ്രഹമുണ്ടാക്കി. അവർ ജീവിതകാലം മുഴുവൻ എതിർത്ത സംഗതി അവരുടെ പേരിൽ തന്നെ നിർമ്മിച്ചു. എന്നിട്ടോ കൊണ്ടുപോയി വെച്ചത് അവരുടെ വീട്ടിലാണോ? അല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ നിർദ്ദേശിച്ചതനുസരിച്ച് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം അവരുടെ കരം കൊണ്ടല്ലേ പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയത്. അവര് നിർമ്മിച്ചുണ്ടാക്കിയ കഅബക്കകത്ത് നിർമ്മാണം പൂർത്തിയായപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, വതഖിറ ബൈത്തിയ, എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണേ. അങ്ങനെ കഅബാലയത്തെ ശുദ്ധീകരിച്ച് നിർത്തിയ കഅബ, ആ കഅബയുടെ അകത്തേക്കാണ് മുശ്രിക്കുകൾ ഞങ്ങളാ ഇബ്രാഹിമിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളാണ് ഇസ്മായിലിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് വിഗ്രഹത്തെ നിർമ്മിച്ചിട്ട് അതേ കഅബക്കകത്ത് കൊണ്ടുപോയിട്ടാണ് വൃത്തികേടാക്കിയത്, മലീമസമാക്കിയത്. ഇനി നിങ്ങൾ കേട്ടോ, ആ പിന്തുടർച്ചാവകാശികൾ വിഗ്രഹം വെക്കുകയാണ് ചെയ്തതെങ്കിൽ മഹാനായ നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ഇബ്രാഹിം നബിയോട് ബഹുമാനം കാണിച്ചത്? മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ മുത്ത് മുസ്തഫ അങ്ങോട്ട് കയറി ചെന്നു കഅബാലയത്തിന്റെ അകത്തേക്ക്. കഅബയുടെ അകത്തേക്ക് അങ്ങ് കയറി നമ്മുടെ നേതാവ് ഇബ്രാഹിമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും കാണിച്ച സ്നേഹമായി ഇനി പറയാൻ പോകുന്നത്. മറ്റവർ കാണിച്ച സ്നേഹത്തെ നിങ്ങൾ കണ്ടില്ലേ? അവർ എതിർത്ത സംഗതി തന്നെ ചെയ്തിട്ട് ആ സ്നേഹം കാണിച്ചത്, ബഹുമാനിച്ചത്, പിന്തുടർച്ച അവകാശപ്പെട്ടത്.
അതേ അവസരത്തിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അതാ മക്ക ജയിച്ചടക്കുന്ന ദിവസം കഅബാലയത്തിന്റെ അകത്തോട്ടങ്ങ് കയറി നോക്കുമ്പോൾ വജദ ഇബ്രാഹിം വ ഇസ്മായിൽ, ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും അവിടെ കാണുന്നു. എങ്ങനെ? ഇവരിങ്ങനെ രൂപം കുത്തി ഉണ്ടാക്കിയിട്ട് വിഗ്രഹങ്ങളാക്കി നാട്ടി നിർത്തിയിരിക്കുകയാണ്. അവരെ വിഗ്രഹം കഅബക്കകത്തുണ്ടെന്ന് മാത്രമല്ല റസൂലുള്ള കാണുന്നത്, വഫീ ഐദീഹിമാ, അവരുടെ രണ്ടാളുടെയും കൈകളിലേക്ക് നോക്കുമ്പോൾ അൽ-അസ്ലാം, ഭാഗ്യപരീക്ഷണത്തിന് ഉപയോഗപ്പെടുത്തുന്ന അമ്പുകോലുകളല്ലേ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? എന്ത് ചെയ്തു ഇത് ചെയ്ത കക്ഷികളെ? എന്ത് ചെയ്തു ഇത് പറഞ്ഞ കക്ഷികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രംഗമങ്ങ് കണ്ടപ്പോ അവിടുന്ന് വളരെ ഉച്ചത്തിൽ പറയുകയാണ്, ഖാതലഹുമുല്ലാഹ്, അല്ലാഹു ഇവരെ നശിപ്പിക്കട്ടെ. ആരെ? ഈ രൂപത്തിൽ മഹാന്മാരായ ഈ രണ്ട് പ്രവാചകന്മാരുടെ പിന്തുടർച്ചയെ അവകാശപ്പെട്ടുകൊണ്ട് ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് ആ മഹാന്മാര് ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും പൊരുത്തപ്പെട്ടിട്ടില്ലാത്ത, അവർ ശക്തമായി എതിർത്തിട്ടുള്ള അതേ വിഗ്രഹം തന്നെ അവരുടെ പേരിൽ വെച്ച് ചാർത്തിയുണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ അങ്ങനെ ഭാഗ്യപരീക്ഷണത്തിന്റെ കോലുകളും കൊടുത്തിട്ട് കഅബക്കകത്ത് കൊണ്ടുവന്ന് വെച്ച ഈ കാഫിറുകളില്ലേ, ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ, അവര് തൊലഞ്ഞു പോകട്ടെ. കാരണം ലഖദ് അലിമൂ, ഇവർക്ക് അറിഞ്ഞുകൂടെ, ഇത് വെച്ച കക്ഷികൾക്ക് അറിഞ്ഞുകൂടെ, അന്നഹുമാ ലം യസ്തഖ്സിമാ ബിഹാ അബദാ, ഒരു കാലഘട്ടത്തിലും അവർ രണ്ടാളും ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടില്ലാത്തവരല്ലേ. ഈ നിലക്ക് അമ്പുകോലുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭാഗ്യപരീക്ഷണം നടത്തിയവരല്ലല്ലോ. എന്നിട്ടും അവരുടെ പേരിൽ ഈ ക്രിയ ചെയ്തിട്ടുള്ള കക്ഷികള് ഖാതലഹുമുല്ലാഹ്, അല്ലാഹ് അവരെ വധിക്കട്ടെ, അല്ലാഹ് അവരോട് പോരാടട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയുന്നു. എന്താ സഹോദരാ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? രണ്ട് നബിമാരോട് രണ്ട് വിഭാഗത്തിന്റെ സ്നേഹമാകേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മുശ്രിക്ക് ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി എതിർത്ത അതേ കാര്യം ഇബ്രാഹിം നബിയുടെ പേരിൽ തന്നെ ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഈ ശത്രുക്കൾ കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ കൊത്തി നുറുക്കിയിട്ട് കഅബത്തകത്തേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഈ വിഗ്രഹത്തെ അങ്ങ് കുത്തി പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ, സത്യം വന്നിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു, അസത്യം അത് പരാജയപ്പെടേണ്ടത് തന്നെ, തകരേണ്ടത് തന്നെ എന്ന് പറഞ്ഞ് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും വിഗ്രഹത്തെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. പുന്നാര നേതാവിന്റെ സ്നേഹം കണ്ടോ? മുശ്രിക്കിന്റെ സ്നേഹം കണ്ടോ? ഏത് സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? പറയൂ, ചിന്തിക്കൂ സഹോദരാ സഹോദരി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും വിഷയത്തിൽ അറേബ്യൻ മുശ്രിക്കുകൾ കാണിച്ച സ്നേഹമാണോ യഥാർത്ഥ സ്നേഹം? അതോ മുത്ത് മുസ്തഫയും അനുയായികളും കാണിച്ച സ്നേഹമാണോ സ്നേഹം? ഏതൊരു ഇസ്ലാമിക മനസാക്ഷിയും പറയും അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹമേ സ്നേഹമാവുകയുള്ളൂ. മറ്റേത് സ്നേഹത്തിന്റെ പേരിലുള്ള അരുതാത്ത കാര്യങ്ങളാ അവർ ചെയ്തത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സഹാബത്ത് എങ്ങനെയാണ് അവർ സ്നേഹിച്ച് കാണിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്? സഹാബിമാരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാനൊക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബ കിറാമിന്റെ സ്നേഹത്തിൽ എന്തോ ചില പോരായ്മയുണ്ട് എന്ന് ലോകത്താർക്കെങ്കിലും പറയാനൊക്കുമോ? നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെയുള്ള മഹത്തുക്കളായ സഹാബ കിറാം, പുരുഷന്മാരായാലും സ്ത്രീകളായാലും സഹാബ കുട്ടികളാണെങ്കിലും ആരായിരുന്നാലും ജീവനേക്കാൾ മുത്ത് മുസ്തഫയെ സ്നേഹിച്ചവരാണ്. ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നബിയോട്, നബിയേ, എൻ്റെ ശരീരം കഴിച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങുന്നാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
പറയുന്നു, പോരെ ഉമറേ, നിന്റെ ശരീരത്തെക്കാളും നിന്നേക്കാളും നീ എന്നെ സ്നേഹിക്കുവോളം മുഅ്മിനായി തീരുന്നതല്ല എന്നങ്ങ് പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഓ നബിയേ, എങ്കിൽ അങ്ങനെ തന്നെ. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി പറയുന്നു, അൽ ആന യാ ഉമറു, അൽ ആന യാ ഉമറു. ഉമറേ, ഇപ്പോഴാണ് ശരിയായത്. എപ്പോ? സ്വന്തത്തേക്കാൾ സ്നേഹിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹങ്ങളെക്കാൾ, സ്വന്തം ശരീരങ്ങളെക്കാൾ കടപ്പെട്ട വ്യക്തിത്വമാണ്. വഅസ്വാജുഹു, റസൂലുള്ളാഹിയുടെ ഭാര്യമാരോ, ഉമ്മഹാതുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർവ്വ പത്നിമാരും ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും ഉമ്മമാരാണ്. ആ ബഹുമാനമാണ് അവർക്കുള്ളത്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയായി തീരുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുവോളം, ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായിരിക്കുവോളം നിങ്ങൾ മുഅ്മിനാകുന്നതല്ല കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അതാണ് സ്നേഹം. എങ്ങനെയാ സഹോദരാ സ്നേഹം? സ്വന്തത്തെക്കാൾ എങ്ങനെയാണ് സ്നേഹിക്കൽ? എനിക്കും നിങ്ങൾക്കും ഒരു കാര്യത്തിന് താല്പര്യം തോന്നുന്നു. ആ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത സംഗതിയുമാണ്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ കുഴിച്ചു മൂടിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തെ ഞാൻ പിന്തുടരുന്നുവെങ്കിൽ എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ട്. മാതാപിതാക്കളെക്കാൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സഹോദരാ സഹോദരി, നാം ചിന്തിച്ചു നോക്കുക. നാം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉപ്പ നമ്മളോട് പറയുന്നു, ഉമ്മ നമ്മളോട് സ്നേഹത്തോടെ പറയുന്നു, മോനെ നീ ഇന്ന കാര്യം ചെയ്യണം, നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന പ്രവൃത്തി നീ ചെയ്യണം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഉമ്മയെ പറഞ്ഞ പണി ഇസ്ലാമിന് നിരക്കാത്ത സംഗതിയാണ്. ബാപ്പ പറഞ്ഞ പണി ഇസ്ലാമിന് നിരക്കാത്ത സംഗതിയാണ്. അത് ഈ വ്യക്തിക്കറിയാം. അത്തരം ഒരു ഘട്ടത്തിൽ ഉമ്മയുടെ വാക്കിനാണോ വിലയുള്ളത്, ഉപ്പയുടെ വാക്കിനാണോ വിലയുള്ളത്? തീർച്ചയായും നമുക്ക് സംശയിക്കേണ്ടതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിനാ വെയിറ്റുള്ളത്. അതുകൊണ്ട് അവിടെ ഉമ്മാനെ അനുസരിക്കേണ്ടതില്ല, ഉപ്പയെയും അനുസരിക്കേണ്ടതില്ല. അവിടെ നമുക്ക് അനുസരിക്കേണ്ട വ്യക്തിത്വം മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു. അതാണ് സ്നേഹം. അവിടെ മറ്റുള്ളവരെ മാറ്റി നിർത്തണം, അള്ളാഹുവിൻ്റെ റസൂലിന് പ്രാധാന്യം കൊടുക്കണം. ഇനി ലോകം മുഴുവൻ നമ്മളെ വെറുക്കുകയാണെന്ന് വിചാരിച്ചോ? നാട്ടുകാർ വെറുക്കുകയാണ്, കുടുംബങ്ങൾ വെറുക്കുകയാണ്. എന്തിനാ വെറുത്തത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിച്ചതിന്. നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ നബിയെ വെറുക്കണോ? നാട്ടുകാർക്ക് വേണ്ടി അള്ളാഹനെ വെറുക്കണോ? അള്ളാഹനെ വെറുപ്പിച്ചിട്ട് നാട്ടുകാരുടെ പ്രീതി നമുക്ക് എന്തിനാ? നമുക്ക് പ്രീതി വേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയല്ലേ? അത് കിട്ടണമെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാ ചെയ്യണം. അതാണ് അല്ലാഹു നബിയിലൂടെ പഠിപ്പിച്ചത്. ഖുൽ നബിയേ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഓ നബിയേ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ, എന്നെ ഇത്തിബാ ചെയ്യണേ. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുടെ മഹബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വാക്കുകൊണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കണം. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ പകർത്തണം. അവിടുന്ന് ദീനായി നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളിൽ നാം ഒതുങ്ങി നിൽക്കണം. അപ്പോഴേ അത് മഹബത്താവുകയുള്ളൂ. അങ്ങനെയല്ലേ സഹാബിമാര് സ്നേഹിച്ചത്? സ്വഹാബാ കിറാമിനോളം സ്നേഹമുള്ളവർ ഇനി ലോകത്ത് വരാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വഹാബിമാര് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആർക്കാ കഴിയുക? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അതാ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ശത്രുക്കൾ അതാ അമ്പെയ്യുകയാണ്.
ശത്രുക്കൾ അമ്പെയ്യാൻ വരികയാണ്. എന്തിനാണ് അവർ അമ്പെയ്യുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? മുഹമ്മദിന്റെ തലയെടുക്കണം, മുഹമ്മദിനെ കൊന്നുകളയണം എന്ന് വിചാരിച്ചുകൊണ്ട് ശത്രുക്കൾ അമ്പെയ്യുമ്പോൾ അതാ മുത്തുനേതാവിനെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട സഹാബിമാര് റസൂലുള്ളാഹിയുടെ ചുറ്റുഭാഗവും ഇങ്ങനെ മനുഷ്യ മതിൽ കെട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ വരുന്ന ഓരോ അമ്പുകളെയും ഓരോ സഹാബിമാരതാ അവരുടെ കൈപ്പത്തി കൊണ്ട് തടുക്കുകയാണ്, തോളല് കൊണ്ട് തടുക്കുകയാണ്, മുതുകു കൊണ്ട് തടുക്കുകയാണ്, കാലിന്റെ തുട കൊണ്ട് തടുക്കുകയാണ്, കാലുകൊണ്ട് തടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ വരുന്ന അമ്പുകളെ ഏറ്റുവാങ്ങിയിട്ട് പല സഹാബിമാരുടെയും ശരീരത്തിൽ ദശക്കണക്കിന് മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പ്പെടുത്തിയിട്ടില്ലേ? ചിന്തിച്ചോ മുസ്ലിമേ, അവരുടെ സ്നേഹം പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? അത്ര വലിയ സ്നേഹല്ലേ അവർ കാണിച്ചത്. സ്വന്തം ശരീരത്തെക്കാൾ അവർ സ്നേഹിച്ചു. നിങ്ങൾ നോക്കൂ, സഹാബ പുരുഷന്മാരുടെ കാര്യം മാത്രമാണോ ഇത്? സഹാബ വനിതകളും അങ്ങനെ തന്നെ. സഹാബ സ്ത്രീകളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണ്. അവർ ഭർത്താവിനേക്കാൾ സ്നേഹിച്ചു, പിതാവിനേക്കാൾ സ്നേഹിച്ചു, മക്കളെക്കാൾ സ്നേഹിച്ചു, സഹോദരനേക്കാൾ സ്നേഹിച്ചു. നിങ്ങൾ നോക്കൂ, ഉഹദ് യുദ്ധത്തിന്റെ പടക്കളത്തിലേക്ക് ഒരു സഹാബ വനിത ഏതാനും യോദ്ധാക്കളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആരെയൊക്കെയാ പറഞ്ഞയച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെയൊക്കെയാ പറഞ്ഞയച്ചത്? സ്വന്തം ഭർത്താവിനെ യുദ്ധത്തിന് അയച്ചിട്ടുണ്ട്, പിതാവിനെ യുദ്ധത്തിന് അയച്ചിട്ടുണ്ട്, സഹോദരനെ അയച്ചിട്ടുണ്ട്. അങ്ങനെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി ഉഹദ് യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ച് റിസൾട്ട് കാത്തിരിക്കുകയാണ് സഹാബ വനിത. ആ ഘട്ടത്തിലാണ് അവിടെ ഇവിടെയായിട്ടൊരു പ്രചരണം കേൾക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപകടം പറ്റിയിരിക്കുന്നു. ആ വാർത്ത അങ്ങ് കേൾക്കുമ്പോ മദീനയുടെ തെരുവീതിയിലേക്ക് ഈ സഹോദരി ഇറങ്ങി നിൽക്കുകയാണ്. അവർക്ക് വിവരമറിയണം, നബിക്കെന്താ സംഭവിച്ചത് എന്നവർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അതാ വരുന്നവര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നു, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അയച്ചിട്ടുള്ള ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് പറയുന്നു, അവരോരോരുത്തരും മരണപ്പെട്ടിരിക്കുന്നു, ഷഹീദായിരിക്കുന്നു എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അയക്കപ്പെട്ട സഹാബിമാരെ കുറിച്ച് ഈ സഹാബ വനിതയോട് വന്നിട്ട് പറയുമ്പോ ഈ സഹോദരി എന്താ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതി എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. സ്വന്തം കുടുംബത്തെക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വമാണത് എന്നർത്ഥം. എന്നിട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നത് എന്താണ്? കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബിയേ, അങ്ങ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, അങ്ങേക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ ആപത്തുകളും എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരം തന്നെ. കാരണം അവർക്കറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരമാണ്. അവർ സുരക്ഷിതരാണോ എന്നാണ്. നബിയെ കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി. നിങ്ങൾ നോക്കൂ, ഇതുപോലെ നൂറുകണക്കിന് ചരിത്രങ്ങളുണ്ട്, ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ചരിത്രത്തിലേക്ക് കടന്നാൽ അത് സുദീർഘമായ വിഷയമായി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചിട്ട് എത്രത്തോളം അവർ ആദരവ് കാണിച്ചു, ബഹുമാനം കാണിച്ചു. ആ ബഹുമാനവും ആദരവുമൊന്നും നമുക്കിന്ന് ഒരിക്കലും പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. അവിടുന്ന് ഉളുവെടുക്കുന്ന വെള്ളത്തിന് വേണ്ടി സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടില്ലേ? അതേപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ കഴിയില്ലല്ലോ. നാളെ മരിച്ചു ചെന്നാലെന്ന് വിചാരിച്ച് ഒരു സഹാബി ഇരുന്നു കൊണ്ട് കരയുകയാണ്. എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ സഹാബി പറയുകയാണ്, ഓ നബിയെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയെ എപ്പോൾ വേണമെങ്കിലും വന്ന് ഞങ്ങൾക്ക് കാണാമല്ലോ. അങ്ങയുടെ വഫാത്തിന്റെ ശേഷം അങ്ങ് പരലോകത്ത് അത്യുന്നതമായ സ്വർഗത്തിലായിരിക്കുമല്ലോ. അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമാണ് സഹാബിക്ക് പറയാനുള്ളത്. ആ അവസരത്തിൽ റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത് അവതരിപ്പിക്കുന്നത്? ഈ സഹാബിയെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ആയത്താണ്. ومن يطع الله والرسول فأولئك مع الذين
അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആയത്ത് ഇറങ്ങുന്നത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ച് ജീവിച്ചാൽ അവർ സങ്കടപ്പെടേണ്ട, അവർ ദുഃഖിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള മഹാന്മാര് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു ആരുടെയൊക്കെ മേലുള്ള അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടോ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇവരുടെയൊക്കെ കൂടെയാണ്, സ്വർഗത്തിൽ ഇവരുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ, അവരൊക്കെ സ്വർഗത്തിൽ എത്രയെത്ര ഉന്നതമായ കൂട്ടുകാരാണ്, എത്ര നല്ല ചങ്ങാതിമാരാ. അള്ളാഹു ആയത്തിറക്കിക്കൊണ്ട് സമാധാനിപ്പിക്കുന്നു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബത്ത് സ്നേഹിച്ചില്ലേ? അവരുടെ സ്നേഹത്തിൽ വല്ല കുറവുമുണ്ടെന്ന് നമുക്ക് പറയാനൊക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനേക്കാൾ സ്നേഹിച്ചു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ? സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് ഉറപ്പായിട്ടും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ള കിടക്കുന്ന അതേ കട്ടിലിൽ അതേ പുതപ്പും പുതച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹിജ്റ പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? ഊരിപ്പിടിച്ച വാളുമായിട്ട് റസൂലുള്ളാഹുടെ തല കൊയ്യാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ വീട് വളഞ്ഞു നിൽക്കുമ്പോ, പുറത്തിറങ്ങിയാൽ ഉടനെ വെട്ടിക്കളയണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ, അതാ നമ്മുടെ നേതാവ് അത്ഭുതകരമായ നിലക്ക് അവിടെ നിന്ന് അവരുടെ ഇടയിലൂടെ തന്നെ ഒരു പിടി മണ്ണങ്ങ് വാരിയിട്ട് അവരുടെ കണ്ണുകളിലേക്കൊക്കെ സർവം മറിയെത്തുന്ന നിലക്കങ്ങ് ആയിപ്പോയില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി രക്ഷപ്പെട്ടില്ലേ? അതേ അവസരത്തിൽ ആ കട്ടിലിൽ പകരം കിടക്കാൻ ധൈര്യം കാണിച്ചത് സ്വന്തം ശരീരം അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ലെന്ന് ഉറപ്പായിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ കട്ടിലിൽ കിടന്നു കൊടുത്തില്ലേ? അതേപോലെ തന്നെ അതാ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ കൂടെയുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ വല്ലാത്ത ബേജാറിങ്ങനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട്, എന്തിനാണ് അബൂബക്കറേ എന്റെ കാര്യത്തിൽ ഇത്ര വേവലാതിപ്പെടുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടികൾ കണ്ടേ. നബിയേ, ലൈൻ ഖുതിൽതു അനാ ഫാന റജുലുൻ വാഹിദുൻ വഅമ്മാ ഇദാ ഖുതിൽത യാ റസൂലല്ലാഹ് ഫഅൻത ഉമ്മത്തുൻ. ഓ നബിയേ, ഞാനെങ്ങാനും വധിക്കപ്പെട്ടാൽ ഞാനൊരു വ്യക്തി മാത്രമാണ്, ഞാൻ കൊല്ലപ്പെട്ടാൽ ഞാൻ ഒരാൾ മാത്രമാണ്. അതേ അവസരത്തിൽ വഅമ്മാ ഇദാ ഖുതിൽത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഅൻത ഉമ്മത്തുൻ, അങ്ങൊരു സമുദായമാണ്. ഞാൻ പോയ ഞാനൊരാളെ പോകൂ, അങ്ങൊരു സമുദായമാണ്, അങ്ങൊരു സമുദായമാണ്. അത്രമാത്രം സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെ ലോകം മുഴുവൻ സ്നേഹിച്ചിട്ടില്ലേ? ഉഹദ് പർവ്വതം പോലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല സ്നേഹിച്ചത്, ജീവനില്ലാത്ത കല്ലുകളും മരങ്ങളും വരെ സ്നേഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയട്ടെ, എന്താണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഉഹദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പുന്നാര നബി പറയുകയാണ്, ജബൽ ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു. അതാ കണ്ടില്ലേ ഈ ഉഹദ് മല, ഈ ഉഹദ് പർവ്വതം കണ്ടില്ലേ? യുഹിബ്ബുനാ, ആ പർവ്വതം എന്നെ സ്നേഹിക്കുന്നു, വനുഹിബ്ബുഹു, നാം ആ പർവ്വതത്തെയും സ്നേഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിതകാലത്ത് ഏറെ സ്നേഹം കാണിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ സഹാബിമാര്, അതേപോലെ തന്നെയുള്ള മഹത്തുക്കള്, അവരിൽ സഹാബ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സമൂഹം, അവരുടെ എങ്ങാനും സ്നേഹത്തിൽ ഒരു തരിമ്പ് കുറവുണ്ട്, ഏതെങ്കിലും ഒരു ന്യൂനതയുണ്ട് എന്ന് ലോകത്താർക്കാണ് പറയാൻ സാധ്യമാവുക? പറയാൻ കഴിയില്ല. അവരുടെ സ്നേഹം സമ്പൂർണ്ണമാണ്. എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരുടെ കാലത്ത് അവരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം എന്ന നിലക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേകമായ ഒരു സ്നേഹപ്രകടനം അവർ നടത്തിയിട്ടുണ്ടോ? പ്രത്യേകമായി ഒരു ചടങ്ങൊരു മൗലിദ് കഴിക്കുന്ന പരിപാടി ഒന്നുണ്ടോ? ഈ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ എന്താ പറയാറുള്ളത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ.
മൗലിദ് കഴിക്കുന്ന പരിപാടി അത് മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം കഴിഞ്ഞു, സഹാബിമാരുടെ കാലം കഴിഞ്ഞു, മഹത്തുക്കളായ ഇമാമിങ്ങളുടെ കാലം കഴിഞ്ഞു. അവരുടെയൊക്കെ കാലശേഷമല്ലേ ഇത് തുടങ്ങി വെക്കുന്നത്. എന്നിട്ടോ അതിനങ്ങ് വലിയ പ്രചാരം നൽകിക്കൊണ്ട് ഒരു രാജാവ് തുടങ്ങിയില്ലേ. അതാരാ? മലിക്കുൽ മുദഫർ, ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാ, അവൻ ധർമ്മിഷ്ഠനാ. ഇർബൽ ഭരിച്ചിരുന്ന മുദഫർ എന്ന് പറയുന്ന രാജാവ്, അയാളെ പറ്റി പിന്നെ ഈ പാട്ടിന്റെ താഴ്ഭാഗങ്ങളിൽ പിന്നെ ആ കവി പറയുന്നത് എന്താണ്? ഈ മുദഫർ രാജാവ് പിന്നെ 5000-ഉം 10000-ഉം ഒക്കെ ആടിനെയും കോഴിയെയും ഒക്കെ അറുത്തിട്ടെന്ന് ഈ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ ശേഷം പറയുന്നുണ്ട്. മൗലിദിനെ എതിർക്കുന്നയാളല്ല ഈ പാട്ട് എഴുതിയത്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും മൗലിദ് അനുകൂലിയായ ആ കവിക്ക് പോലും തുടക്കത്തിൽ സത്യം സമ്മതിക്കേണ്ടി വന്നു. അതെന്താണ്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അതാണ് അവിടുത്തെ വിഷയം. ശേഷം പിന്നെ അയാൾ ഒരുപാട് കാര്യങ്ങൾ മൗലിദിനെ വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം മൗലിദ് അനുകൂലിയാണ്. പക്ഷെ മൗലിദ് അനുകൂലികൾക്ക് പോലും സമ്മതിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് നബിയുടെ കാലഘട്ടത്തിലില്ല, ഇത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലില്ല, ഇത് താബിഈങ്ങളുടെ കാലഘട്ടത്തിലില്ല, ഇത് ഇമാമീങ്ങളുടെ കാലഘട്ടത്തിലില്ല എന്ന് അത് കൃത്യമായി സമ്മതിക്കേണ്ടി വന്നു. നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടത്തിലൊന്നും റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അവരാരും ഒരു പ്രത്യേകമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടില്ല. അവർക്കൊക്കെ സ്നേഹമുണ്ടോ? ആ സ്നേഹത്തിന്റെ പാതയിലേക്കാണ് മുജാഹിദുകൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പരിഭവവുമില്ല. മനസ്സിൻ്റെ അകത്ത സ്നേഹം, ഞങ്ങളുടെ നേതാവിനോടുള്ള മഹബത്ത്, ഞങ്ങളുടെ പുന്നാര നേതാവിനോടുള്ള ഞങ്ങളുടെ സ്നേഹം, അത് അളക്കേണ്ടത് ഏതെങ്കിലും ശത്രുക്കളല്ല, ഏതെങ്കിലും സൃഷ്ടികളല്ല, ഞങ്ങളെ പടച്ച റബ്ബുൽ ആലമീൻ ആ നാഥനാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെയും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതിനെയും അറിയുന്നവൻ റബ്ബുൽ ആലമീൻ മാത്രമാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സലഫികൾക്ക്, മുജാഹിദുകൾക്ക് ലോകത്ത് ഏതെങ്കിലും ചില ആളുകൾ സ്റ്റേജ് കെട്ടിയിട്ട് അതല്ലെങ്കിൽ അവരുടെ ലേഖനത്തിലൂടെ മുജാഹിദുകൾ നബി വിരോധിയാണെന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിനോട് മഹബത്തില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അവഗണിക്കുന്നു. ഈ സമുദായത്തോട് സത്യം പറയുന്നു. ശരിക്ക് ചിന്തിച്ചോ സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്ക് മഹബത്തില്ല, കാരണം നിങ്ങൾ റബീഉൽ അവ്വലിൽ ആഘോഷിക്കുന്നില്ലെന്നല്ലേ പരാതി. എങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ സ്നേഹം അക്കൂട്ടരെ അളക്കേണ്ടതില്ല. അത് അളക്കാൻ റബ്ബുൽ ആലമീനുണ്ട്, അവന്റെ കോടതിയിലേക്ക് വിടുന്നു. തെറ്റിദ്ധരിപ്പിച്ചാലല്ലേ നിലനിൽപ്പുള്ളൂ എന്ന നിലക്ക് പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നു. കണ്ടോ, വഹാബികൾ നബി വിരോധികളാണ്, അവർക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ല, അവർ നബിയെ നിസ്സാരപ്പെടുത്തുന്നവരാണ്, നിന്ദിക്കുന്നവരാണ്. അത് പറഞ്ഞാലല്ലേ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രചരണം തുടർന്നോളൂ, വിരോധമില്ല കേട്ടോ. പക്ഷേ സത്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, സത്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോൾ പോകട്ടെ, എന്നാ അതങ്ങനെയാണ് കാര്യമെങ്കിൽ നിങ്ങളോട് വേറൊന്ന് ചോദിക്കാനുണ്ട് മൗലവി. അതെന്താ? നിങ്ങൾ നബിയുടെ മദ്ഹിന് എതിരല്ലേ? നിങ്ങൾ എവിടെയാ നബിയുടെ മദ്ഹ് പറയാറുള്ളത്? നിങ്ങൾ മദ്ഹുർ റസൂലിനെ എതിർക്കുന്ന കക്ഷികളല്ലേ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുത്തെ മദ്ഹാ പറയുന്നത്, ഞങ്ങൾ അവിടുത്തെ പോരിശയാ പറയുന്നത്, ഞങ്ങൾ അവിടുത്തെ പ്രകീർത്തനങ്ങളാ ചൊല്ലുന്നത് എന്നാണ് വാദമെങ്കിൽ ചിന്തിച്ചോ മുസ്ലിമേ. നിഷ്പക്ഷരായി എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരോട് പറയട്ടെ, മദ്ഹ് എന്ന് പറയുന്നത്, പ്രശംസ എന്ന് പറയുന്നത്, പ്രകീർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ കുത്തകയല്ല കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവിന്റെ പ്രകീർത്തനം പറയാത്തൊരു വേദി മുജാഹിദുകളുടേത് കടന്നു പോകാറുണ്ടോ? അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു മിമ്പറുണ്ടോ മുജാഹിദുകളുടെ പള്ളിയിൽ? അവിടുത്തെ പേര് പറയാത്ത ഒരു ബാങ്ക് മുജാഹിദ് പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നുണ്ടോ? ഇഖാമത്ത് മുഴങ്ങുന്നുണ്ടോ? നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ? ചിന്തിച്ചുകൂടെ മുസ്ലിമേ? മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധന എതിർത്തത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹല്ലേ നമ്മൾ ഈ പറയുന്നത് മുഴുവൻ. നമ്മുടെ ഖതീബുമാർ മിമ്പറിൽ കയറിയിട്ട് വെള്ളിയാഴ്ച തോറും ജനങ്ങളോട് പറയുന്നു, സഹോദരാ, നീ നെരിയാണിക്ക് താഴെ തുണി ഉടുക്കരുത്, നെരിയാണിക്ക് മുകളിലേ തുണി ഉടുക്കാവൂ. കാരണം നമ്മുടെ നേതാവ് പഠിപ്പിച്ചതാണ്, സത്യവിശ്വാസിയുടെ ഉടുമുണ്ട് നെരിയാണിക്ക് താഴെ താഴാൻ പാടില്ല. അങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ അത് ഫിന്നാർ, അത് നരകത്തിൽ തന്നെ എന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രമോ പാന്റോ താഴ്ത്തരുത് കേട്ടോ എന്ന് ഖതീബ് മിമ്പറിൽ വെച്ച് പറയുന്നത് ആരോടുള്ള മഹബത്ത് കൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ടല്ലേ? റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടല്ലേ? അതേപോലെ തന്നെ ജനങ്ങളോട് പറയുന്നു മിമ്പറിൽ വെച്ചും പ്രസംഗങ്ങളിൽ വെച്ചും, ഓ സഹോദരാ, ഓ സഹോദരീ, അള്ളാഹു നൽകിയതാണ് ഈ 2 കണ്ണുകൾ, അള്ളാഹു നൽകിയതാണ് ഈ 2 കാതുകൾ, അള്ളാഹു തന്നതാണ് ഈ നാവ് കേട്ടോ. ഈ കണ്ണുകൾ കൊണ്ട് വീട്ടിൽ വെച്ചായാലും സിനിമാ ടാക്കീസിൽ പോയിട്ടാണെങ്കിലും മാർക്കറ്റിൽ വെച്ചാണെങ്കിലും ഹറാം കണ്ടുപോകരുത് കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ മുത്ത് നേതാവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അൽ ഐനാനി സിനാഹുമൻ നദറു, 2 കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ് ഹറാമിലേക്ക് നോക്കൽ, 2 കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ് ഹറാം കേൾക്കൽ, അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് അനാവശ്യങ്ങൾ സംസാരിക്കൽ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ ടിവിയും ഒക്കെ സ്ഥാപിച്ച് വെച്ചിട്ട്, സർവ്വവൃത്തികെട്ട ചാനലുകളും സ്ഥാപിച്ചിട്ട്, സിനിമകളും സീരിയലുകളും നൃത്തനൃത്യങ്ങളും അഭിനയങ്ങളും നാട്യങ്ങളും തോന്നിയാസങ്ങളും ഒക്കെ കണ്ടിട്ട് രസിക്കുകയല്ലേ, അത് കേട്ട് ആനന്ദിക്കുകയല്ലേ, അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് നാവ് അടക്കാക്കുകയല്ലേ? മുത്തുനബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഹറാം കേൾക്കാൻ പാടില്ല, ഹറാം സംസാരിക്കരുത് കേട്ടോ. അത് നമ്മുടെ നേതാവിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്, അത് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഖതീബുമാർ ഖുതുബയിൽ ജനങ്ങളോട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പഠിപ്പിക്കുന്നു. പ്രസംഗങ്ങളിൽ വെച്ച് നമ്മൾ പറയുന്നു, ലേഖനങ്ങളിലൂടെ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ശക്തമായ നിലക്ക് പ്രതികരിക്കുന്നു. എഴുതേണ്ടിടത്ത് എഴുതുന്നു, പ്രതികരണം അറിയിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നു, പറയേണ്ടിടത്ത് പറയുന്നു, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചു കാണിക്കുന്നു. അത് ഒരാളുടെയും ഓശാരം കിട്ടാനല്ല, ഒരാളുടെയും കയ്യടി വാങ്ങാനല്ല, ഒരാളുടെയും പ്രശംസവാക്യം മോഹിച്ചിട്ടല്ല, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് അവനോടുള്ള മഹബത്താണ്, അവൻ അയച്ചിട്ടുള്ള റസൂലിനോടുള്ള മഹബത്ത് തന്നെ. ഈ മദ്ഹ് ആർക്കാ ഇത് പഠിപ്പിച്ചു തരുന്നത്? ഈ പണ്ഡിതന്മാരുടെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ വരുമാനം പൂർണ്ണമായും ദഅ്വ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന തൗഹീദി പ്രബോധന രംഗത്ത് ഒരു ധീരമായ കൽവപ്പ് അൽ ബയാൻ മൾട്ടിമീഡിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅ്വ സംരംഭം.